നമസ്കാരം. കൃഷ്ണാരമൃതത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്തെ ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ ഉച്ചപൂജ തൊഴുതിട്ടില്ല. ഞാൻ രാവിലെ തൊഴുതു വന്നതാണ്. ഉച്ചപൂജ കളഭാലങ്കാരം ഇന്നത്തെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല, ഞാനിത് വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ അലങ്കാരം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനായിട്ടുള്ള ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. ഇന്നത്തെ വീഡിയോയില് ഞാൻ ആദ്യത്തെ ചോദ്യം പറയാം, അതിനനുസരിച്ച് ഞാൻ അതിന്റെ കഥയും പറയാം. ജമുന ജനാർദ്ദനൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് ആരാണ് അവിടെ ഗുരുവായൂരിൽ എന്ന്. ഇത് എന്തിനു വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയില്ല, ഇനി കളിയാക്കി ചോദിച്ചതാണോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഈ കഥ പറയാനാണ് ഇന്ന് തോന്നുന്നത്. ഇനി ശരിക്കും ഭക്ത ചോദിച്ചതാണോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നമ്മുടെ കഥ ഇതാണ്, ഗുരുവായൂരിൽ എങ്ങനെയാ ഗുരുവായൂരപ്പൻ വന്നത് എന്ന്. എല്ലാവർക്കും അറിയണ കഥയാണ് അല്ലേ. പണ്ട് 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 എത്ര കാലം മുമ്പാണ് എന്നറിയില്ല, ബ്രഹ്മാവ് വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു ഇത് എന്ന് പറഞ്ഞ് ഇപ്പൊ ഗുരുവായൂരിൽ നമ്മൾ കാണുന്ന 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ബ്രഹ്മാവ് വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നത്. അത് കൈമാറി 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 ദേവകി വസുദേവരുടെ കയ്യിൽ എത്തി. ദേവകി വസുദേവര് ഈ ഒരു വിഗ്രഹം വെച്ച് ആരാധിച്ചിരുന്നു. എവിടെ? ദ്വാരകയില്. ഇത് ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമായതുകൊണ്ട് തന്നെ ഇത് ശ്രീകൃഷ്ണ ഭഗവാനാൽ കൂടി പൂജ ചെയ്തിട്ടുള്ള വിഗ്രഹമാണ്. പാതാള അഞ്ജനശിലയിൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു വിഗ്രഹത്തിന്റെ കാലപ്പഴക്കം എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് ഈ കലിയുഗം ആരംഭിച്ചിട്ട് തന്നെ 5000-ത്തിലധികം വർഷങ്ങളായി എന്ന് പറയുന്നു. ഈ 5000 വർഷങ്ങൾക്ക് മുൻപ് ദ്വാപരയുഗത്തിൽ വെച്ച് ആരാധിച്ചിരുന്നതാണ് പറയുമ്പോൾ അത് എവിടത്താണ് തുടക്കം എന്നുള്ളതൊന്നും അറിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ശിലയാണെങ്കിൽ പോലും എല്ലാ ദിവസവും പെരുമാറിക്കഴിഞ്ഞാൽ അതിൽ ചില ഭാഗങ്ങൾ ക്ഷയിച്ചു പോവാൻ, അതായത് അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ മാറിയിട്ടും ഷേപ്പ് മാറിയിട്ടും ഒക്കെ പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. എന്നിട്ടും ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വിഗ്രഹ നിർമ്മാണത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണല്ലേ. എന്തായാലും ആ വിഗ്രഹം ദ്വാരക മുങ്ങിപ്പോയ സമയത്ത് ആ ഒരു വിഗ്രഹം മാത്രം ഇങ്ങനെ സമുദ്രത്തിന്റെ ജലോപരിതലത്തിൽ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി നടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, വിഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു 2 അടി പൊക്കത്തിലുള്ള ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പൊങ്ങി കിടക്കില്ല അല്ലെ, മുങ്ങിപ്പോകേണ്ടതാണ് അല്ലെ. അപ്പോ വെറും ഒരു കല്ലൊന്നും അല്ല കേട്ടോ അന്നേ ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് അത് എടുത്തു. സമുദ്രത്തിൽ നിന്ന് എടുത്തിട്ട് ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവര് ചിന്തിച്ചുകൊണ്ട് ഭൂമിയിൽ ആകാശമാർഗേണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വളരെയധികം മനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്ത് അവർക്ക് വളരെയധികം പോസിറ്റീവ് വൈബ്രേഷൻ അനുഭവപ്പെട്ടു. അങ്ങനെ അവർ ഈ ഒരു തടാകത്തിന്റെ തീരത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, വെറുതെ ഒന്നുമല്ല ഇവിടെ നല്ല പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നത്, ഇവിടെയാണ് നമ്മുടെ സാക്ഷാൽ മമ്മിയൂരപ്പൻ മഹാദേവൻ കുടികൊള്ളുന്നത്. സപരിവാരം മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അവര് ഒട്ടും താമസിക്കാതെ മഹാദേവനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഈ ഒരു വിഗ്രഹം ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ ആരാധന ചെയ്യപ്പെട്ടിരുന്നതാണ്, ഇത് ഞാൻ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സംശയിക്കേണ്ട, ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളൂ, ഈ തടാകത്തിന്റെ ഈ തീരത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ, ഞാൻ സ്വല്പം മാറിയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയിരിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ ഈ ഒരു മഹിമ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മാറിയിരിക്കുക എന്നുള്ള സ്വസ്ഥാനം വിട്ട് മാറിയിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മഹാദേവൻ എന്നുള്ള ആ ഒരു പേരിന്റെ കൂടെ മഹിമയുള്ള അപ്പനായി, അപ്പനായി, അങ്ങനെയാണ് മഹിമയൂർ എന്ന പേര് വന്നത്. ഈ മഹിമയൂര് ലോഭിച്ചിട്ടാണത്തെ മമ്മിയൂരായത്.
അങ്ങനെയാണ് നമ്മുടെ മമ്മിയൂരപ്പൻ മഹാദേവൻ ഉണ്ടായത്. മഹാദേവൻ ഉണ്ടായതെന്നല്ല, മഹാദേവൻ ആ പേര് വന്നത്, മമ്മിയൂരപ്പനായി മാറിയത്. അപ്പോൾ ഇവർ പ്രതിഷ്ഠിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് കാണുന്ന ആ ഒരു അമ്പലക്കുളം ഉണ്ടല്ലോ, അതാണ് അന്ന് തടാകമായിട്ട് പറയപ്പെട്ടത്. അത് ഇത്ര ചെറുതൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അത് ഏതാണ്ട് ഒരു കുളത്തിൻ്റെ അത്ര വലിപ്പം തന്നെയുള്ളൂ അല്ലേ. എന്നാൽ അന്ന് അത് ഒരു തടാകത്തോളം വലുപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുരുവായൂർ നിവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതാണ്ട് ചാട്ടുകുളം എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ ആയിരുന്നു അത്ര ഗുരുവായൂർ അമ്പലത്തിന്റെ കുളത്തിന്റെ ഏരിയ വന്നിരുന്നത്. അപ്പൊ അത്രയും ദൂരം ഉള്ള പരന്നു കിടക്കുന്ന വിശാലമായ ഒരു തടാകത്തിന്റെ തീരത്താണ് ഭഗവാൻ അന്ന് ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ സ്ഥലം അനുവദിച്ചു നൽകിയത്. അപ്പോൾ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നത്. ഇത് നമ്മൾ മിത്രവിന്ദയെ കൊണ്ട് പറയിപ്പിച്ച കഥയായിരുന്നു അല്ലെ. എന്തായാലും ഗുരുവായൂരിന് അങ്ങനെ ഒരു പേര് വന്നെങ്കിലും അന്നും ഗുരുവായൂർ ഉണ്ണികൃഷ്ണനായിരുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണനായിരുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ വിഷ്ണു ആയിരുന്നു. അതല്ലാതെ ഇദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ എന്ന ഒരു നാമം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഈ ഗുരുവായൂരപ്പൻ എന്ന നാമം എപ്പോഴാ വന്നത് എന്നറിയോ? ഏതാണ്ട് ഒരു 400-ലധികം വർഷം മുൻപ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇവിടെ നാരായണീയം രചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാരായണീയത്തിലാണത്രേ ആദ്യമായിട്ട് ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ആ വിളി എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് സ്വീകരിക്കുക തന്നെ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഗുരുവായൂരപ്പനെ കിട്ടിയത്. ഇനി അതൊക്കെ പോട്ടെ കേട്ടോ. ഇവിടെ ഈ വിഗ്രഹം 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണല്ലോ. ഇങ്ങനെയാ പിന്നെ കൃഷ്ണനായേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാ പിന്നെ കൃഷ്ണൻ എന്ന് പറയണത്? ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ ഗുരുവായൂർ വിഷ്ണു, ഗുരുവായൂർ മഹാവിഷ്ണുവിന്റെ അമ്പലം എന്നൊന്നും പറയാറേ ഇല്ല. ഗുരുവായൂരപ്പന്റെ, ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ എന്നൊക്കെയാണ് പറയാറ് ഇല്ലേ. അപ്പൊ അതെന്താ അങ്ങനെയായേ എന്ന് ചോദിച്ചാൽ, അനേകം ഭക്തജനങ്ങള് ഇവിടെ ഗുരുവായൂരപ്പനെ, നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുഞ്ഞുണ്ണികൃഷ്ണനായി കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അത്രേ. ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. നമ്മൾ എങ്ങനെയാണോ അദ്ദേഹത്തിനെ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അതേമാതിരിയാണ് അദ്ദേഹം നമുക്ക് പ്രത്യക്ഷമായി വരുന്നത്. അപ്പോൾ കുറേ അധികം ഭക്തര്, പൂന്താനം, കുറൂരമ്മ, അങ്ങനെ അനേകം ഭക്തജനങ്ങൾ അദ്ദേഹത്തിനെ കുഞ്ഞുകുട്ടിയായിട്ട് കാണാനാണ് ആഗ്രഹിച്ചത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹവും വിചാരിച്ചു, എന്നാ പിന്നെ ഞാൻ കുഞ്ഞുകുട്ടിയാവാം, അതല്ലേ ഏറ്റവും നല്ലത്. അദ്ദേഹത്തിനും ഏറ്റവും ഇഷ്ടം ഉണ്ണികൃഷ്ണനാവാൻ തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തിനാ ഗുരുവായൂരപ്പ അങ്ങേക്ക് ഉണ്ണികൃഷ്ണൻ എന്ന ഭാവം വലിയ 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 പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞുണ്ണികൃഷ്ണനോട് പറയാൻ തോന്നുമോ? ഇല്ല. നമുക്ക് ഉണ്ണികൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണ സന്തോഷമായിട്ടിരിക്കണില്ലേ, സുഖമായിട്ടിരിക്കണില്ലേ, വെണ്ണ കുറച്ചും കൂടി വേണോ, 2 അപ്പം കൂടി എടുത്താലോ എന്നൊക്കെ ചോദിക്കാനല്ലേ തോന്നുക. അപ്പോൾ ഉണ്ണികൃഷ്ണ എനിക്കിതാ ഇന്ന വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുമെന്ന്. ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണേ, ഇത് തന്നെയാണ് എനിക്കും ആവശ്യം. എന്താ ആവശ്യം? നീ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ നിന്റെ ഉള്ളിലുള്ള കുറേ വിഷമങ്ങളും ദുഃഖചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നീ മാറ്റി വെക്കുക. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുക. ഇത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ തന്നെയാണ് ഉണ്ണികൃഷ്ണന്റെ ഭാവം. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഇരിക്കണേ. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ, നിങ്ങൾ കൊണ്ടുവന്ന വിഷമങ്ങളെല്ലാം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ നേരെ മുന്നിലെത്തുമ്പോൾ, ഉണ്ണികൃഷ്ണ അതാ എൻ്റെ മൂത്ത മകനുണ്ടല്ലോ, അവന് കുറേശ്ശെ ദുശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഉണ്ണിക്ക് കുറച്ച് താമരപ്പൂ കൊണ്ടുവന്ന് തരട്ടെ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു അമ്മ ഒരു ഗൃഹത്തിൽ നിന്ന് ഇറങ്ങുക കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാനായിട്ട്. ഇവിടെ വന്ന് താമരപ്പൂവൊക്കെ നടക്കിലെ കടയിൽ നിന്നൊക്കെ വാങ്ങി കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ കദളിപ്പഴം പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ ഈ വരിയിൽ നിൽക്കുകയാണ്. ഈ വരിയിൽ നിൽക്കുന്ന സമയത്ത് മുഴുവൻ അമ്മ വിചാരിക്കുകയാണ്, എൻ്റെ മകനുണ്ടല്ലോ പണ്ടൊന്നും ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഭഗവാനോടാട്ടോ പറയണേ, മനസ്സിലാ പറയണേ, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ.
ആ വടക്കേതിലെ ആ പയ്യനുണ്ടല്ലോ, അവനിങ്ങനെ വന്ന് കൂട്ടുകൂടാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മകൻ ഇങ്ങനെ ചീത്തയായി പോയത് ഈ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോ അവന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞ എൻ്റെ മകനൊട്ട് കേൾക്കൂല. എന്നാ എൻ്റെ മകൻ നേരെയാവോ ചോദിച്ചാൽ അതൊട്ട് ഇല്ലേനും. എന്നാ വടക്കേതിലെ ആ അമ്മ ഉണ്ടല്ലോ, ആ അമ്മ ഇതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. തെക്കേതിലെ ഈ ഉണ്ണി ഉണ്ടല്ലോ, ഈ ഉണ്ണി വന്നതിന് ശേഷമാണ് എൻ്റെ മകൻ നാശായതെന്ന്. ഏതമ്മമാർക്കും അങ്ങനെയാണല്ലോ. അടുത്ത വീട്ടിലെ പയ്യൻ കാരനാ എൻ്റെ കുട്ടി നാശായി എന്നാണ് എല്ലാവരും പറയാ അല്ലെ. അപ്പൊ എന്തായാലും ഈ അമ്മ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് ആ മണിയൊക്കെ അടിക്കുന്നു, ഒരു വിസിലൊക്കെ മുഴങ്ങിയിട്ടാട്ടോ ഇപ്പൊ അകത്തേക്ക് കയറ്റി വിടാനുള്ള. അതൊക്കെ കേട്ടു. ഈ അമ്മ നിന്നിരുന്ന വരിയൊക്കെ തുറന്നു വിട്ടു. ഫ്ലൈ ഓവറിന്റെ അവിടെ എത്തിയപ്പോഴും ഈ അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. കയ്യില് താമരപ്പൂ ഒന്നും കൂടി ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടേ മകന്റെ ദുശീലങ്ങളൊക്കെ മാറ്റി തരണം കേട്ടോ ഉണ്ണി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ശ്രീലകത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണ്ട കേട്ടോ. ഈ അമ്മ ഉണ്ടല്ലോ, ആ താമരപ്പൂ അവിടെ വെച്ചിട്ട് ഉണ്ണീ കൃഷ്ണ സന്തോഷായിട്ടോ എന്നാവും ആദ്യം പറയണ്ടാവുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കുടു കുട ആ കണ്ണീര് വരുണ്ടാവും അമ്മയുടെ രണ്ട് കണ്ണിന്നും. എന്നാ അമ്മയാണെങ്കിലോ ചിരിക്കാവും, സന്തോഷാവും. അമ്മ ഒന്നും പറയില്ല. ഒന്നും പറയാണ്ട് എന്താ ഉണ്ടാവുക, മുമ്പിൽ അങ്ങനെ നടക്കും. കുറച്ചു നേരം കഴിയുമ്പോഴാ അമ്മ വിചാരിക്കുക, എന്താ ഇപ്പൊ ഉണ്ടായത്, എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ആ ഉണ്ണികൃഷ്ണനെ കണ്ടിട്ട് ഇന്ന കാര്യങ്ങൾക്കൊരു തീർപ്പാക്കി തരണം എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്. എന്നിട്ട് ഇപ്പൊ എന്താണ്ടായ, നേരെ മുമ്പിൽ അങ്ങോട്ട് കണ്ടപ്പോ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കാന്നൊക്കെ പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇതായി ഇപ്പൊ എന്റെ അവസ്ഥ. നേരിട്ട് കണ്ടപ്പോഴോ ഒന്നും പറയാൻ പറ്റിയില്ല. ഇനിയിപ്പൊ എന്താ ഉണ്ടാവുക, എൻ്റെ ഉണ്ണിക്ക് എല്ലാ പ്രശ്നങ്ങളും തീരില്ലയാവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ. നമ്മളിൽ പലർക്കും ഉള്ളതല്ലേ ഇത്. ഇത് ആ ഉണ്ണികൃഷ്ണന്റെ മായാജാലാണ്. എന്താ കാരണം എന്നറിയോ, നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണീനെ ഏറ്റെടുക്കണ്ടേ, അവനെ നേരെയാക്കണ്ടേ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടൊന്നും അല്ലാട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. പിന്നെ എന്തിനാ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ചെയ്യണത്? നീ എൻ്റെ സ്വന്തല്ലേ, നിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടാണോ ഞാൻ കാണേണ്ടത്? നീ എന്നെ കാണുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്, ഞാൻ നിന്റെ ഉണ്ണികൃഷ്ണനല്ലേ എന്നാണ് ഗുരുവായൂരപ്പന്റെ ഭാവം. അപ്പോ ആ ഭാവത്തിന്റെ മുമ്പിൽ നമ്മൾ അലിഞ്ഞില്ലാണ്ടാവും. നമുക്ക് നമ്മുടെ ഒരു കാര്യവും ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാറൂ നീങ്ങൂ നടക്കൂ എന്നൊന്നും പറയാതെ നമുക്ക് ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. 5-10 മിനിറ്റ് ആരും ഒന്നും പറയണില്ല, മുമ്പിൽ തന്നെ നിൽക്കാം. അങ്ങനെ ഒരു അവസരം കിട്ടിയാണ്ടല്ലോ, ഈ 5-10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ, അതേ എവിടെന്നാ വരണേ, എന്താ പേര് എന്നൊരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പറയും, ഓ എൻ്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ എവിടെന്നാ വരണേന്നും അറിയില്ല, എങ്ങോട്ടാ പോണ്ടേന്നും അറിയില്ല. ഇതൊക്കെ എങ്ങനെയാ മറന്നുപോയെ? ആ ഉണ്ണികൃഷ്ണന്റെ മായാജാലത്തിലെ എല്ലാം നമ്മൾ മറന്നുപോകും. ഇത് ഉണ്ണികൃഷ്ണനും അറിയുന്നത് കൊണ്ടാണ് അവിടെ അതേപോലെയുള്ള കിങ്കരന്മാരെയൊക്കെ നിർത്തിയിരിക്കണത്. വേഗം മാറിക്കോളൂ, നടന്നോളൂ, പൊയ്ക്കോളൂ എന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കണത്. അവരെ അത് വേണമെന്ന് വെച്ചിട്ട് പറയണമെന്നൊന്നുമല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കാൻ അനുവദിച്ചാണ്ടല്ലോ ഞാൻ എന്നെ മറന്നു പോകട്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് എല്ലാവർക്കും തോന്നേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, തോന്നാറുള്ള കാര്യം തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നണേ. എന്തായാലും ആ ഉണ്ണികൃഷ്ണന്റെ മായാജാലത്തിലെ എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഉണ്ണി ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് അതിനകത്തിരിക്കുന്നത്. ഈ വെണ്ണയും ഓടക്കുഴലും താമരപ്പൂവും ഒക്കെ മാത്രമേ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഏറ്റവും വലിയൊരു ആയുധം ഉണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കയ്യില്. അതെന്താ, സുദർശന ചക്രം ആവും അല്ലേ? അല്ല, സുദർശന ചക്രമൊക്കെ മാറി നിൽക്കേണ്ട വേറൊരു ആയുധം ഉണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കയ്യില്. എന്താണെന്നറിയോ അത്? ആ പുഞ്ചിരി. അതാണ് ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും വലിയ ആയുധം. ആ ചിരിയിൽ അങ്ങോട്ട് അലിഞ്ഞ് ഇല്ലാതാവുന്ന പ്രശ്നങ്ങളെ ഇന്നും നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അതിനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും അവനവന്റെ കുട്ടി മരിച്ചുപോയൊരു അമ്മയ്ക്ക് പോലും ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നാലുണ്ടല്ലോ, ആ മനസ്സിലെ സങ്കടമൊക്കെ അങ്ങോട്ട് ഉരുകി ഇല്ലാണ്ടാവണത് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് ഉണ്ണികൃഷ്ണനെ കൊണ്ട് മാത്രം സാധിക്കണ കാര്യമാണ്.
അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഇവിടെ ഉണ്ടായി. അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതേമാതിരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇവിടെ നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ഓടിപ്പോന്നോളൂ എല്ലാവരും തൊഴാൻ. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഏപ്രിൽ മെയ് ആവേണ്ട താമസമേ ഉള്ളൂ, നല്ല തിരക്കുണ്ടാവും, നല്ലോണം ബുദ്ധിമുട്ടാവും തൊഴാൻ, അതുകൊണ്ട് വേഗം മാർച്ച് അവസാനം ആകുമ്പോഴേക്കും വന്നോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇന്ന് രാവിലെ പോയപ്പോൾ വേണച്ചാൽ ആരോഗ്യം ഉണ്ടാച്ചാൽ ഒരു നമസ്കാര പ്രദക്ഷിണം തന്നെ ചെയ്യാൻ സാധിക്കും, അത്രയ്ക്ക് തിരക്ക് കുറവായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ അടുത്ത്. അപ്പോൾ വേഗം പോന്നോളൂ, 2-3 ദിവസവും കൂടി തിരക്ക് കുറയുന്ന ഞാൻ വിചാരിക്കണ്ടേ, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നണേന്ന് അറിയില്ല. തിരക്ക് കുറവുള്ളപ്പോൾ തൊഴാട്ടോ. എന്ന് കരുതി സോപാനം തൊഴിലൊന്നും അനുവദിച്ചിട്ടില്ല, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. വിശ്വനാഥൻ എന്ന ഐഡിയിൽ നിന്നാണ്. സവിത നമസ്കാരം, ഞാൻ സവിതയിലൂടെയാണ് കണ്ണനിലേക്ക്. അടുത്തത്, ഇപ്പോൾ 12 നമസ്കാരം ചെയ്യാറുണ്ട്, പക്ഷെ നമസ്കരിക്കുമ്പോൾ കണ്ണന്റെ പാദം കാണുന്നതിന് പകരം സവിതയാണ് കാണുന്നത്. ഇതിന് വല്ല ദോഷവും ഉണ്ടാവുമോ, ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ് എന്ന്. എന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഇല്ല കേട്ടോ എനിക്ക്, പക്ഷെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. കാരണം നമുക്ക് ഒരറിവ് പകർന്നു തരുന്നത് ആരായിരുന്നാലും നമ്മൾ അവരെ കാണുന്നത് നമ്മൾ ആ ഒരു കാര്യത്തിൽ അവർ നമ്മുടെ ഗുരുസ്ഥാനത്താണ്. അപ്പൊ ഈ 12 നമസ്കാരം എന്നത് എന്നിലൂടെയാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ആ 12 നമസ്കാരം ചെയ്യുമ്പോൾ എന്നെ ഓർമ്മ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഗുരുസ്ഥാനത്തുള്ള ഒരാളെ ഓർത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഞാൻ ഗുരുവല്ലാട്ടോ, എനിക്ക് ഗുരുവാവാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കണില്ല. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം വരും എന്നും ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഓർത്ത് നമസ്കരിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കേട്ടോ. എന്താ സൗകര്യ, പാപം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം? ഒരു പാപം ചെയ്തിട്ടില്ല എന്നല്ല പറയണേ, വലിയ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ വലിയ പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നെ എന്നും കാണാൻ പാകത്തിന് അടുത്തുകൊണ്ടിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, എന്താ പറയുക, ഉണ്ണി കൃഷ്ണ എനിക്ക് എപ്പോഴും എന്താ കുട്ടീനെ ഓർമ്മ വരണേ, എൻ്റെ മനസ്സിൽ നിന്ന് അതിനെ ഒന്ന് എടുത്ത് മാറ്റി തരുമെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട്, വ്രതത്തിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിസി സദാനന്ദൻ എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഏജ് ലിമിറ്റും ഇല്ല, ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ. നോക്കൂ, എൻ്റെ മകൾക്ക് 12 വയസ്സാണ്, അവൾക്ക് വ്രതമുണ്ട്. എനിക്ക് 40 വയസ്സാണ്, എനിക്ക് വ്രതമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 62 വയസ്സാണ്, അമ്മയ്ക്ക് വ്രതമുണ്ട്. ആർക്ക് വേണമെങ്കിലും വ്രതം നോൽക്കാം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് രജനി സുരേന്ദ്രൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, എൻ്റെ മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ദുഃഖത്തിലാണ്. ഞാൻ നാരായണീയം നോക്കിയപ്പോൾ ഉലൂകല ബന്ധനമാണ് കിട്ടിയത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും ഇല്ല. ഒരു ജോലി നേരെയായിട്ട് അതിന് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. അതിനൊരു മറുപടി എന്തായാലും സവിത തരണം എന്നാണ്. അതിനൊരു മറുപടി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ എന്നാണ് കിട്ടേണ്ടത്. ഉലൂകല ബന്ധനം വളരെ നല്ലൊരു ദശകമാണ് കേട്ടോ, അതിലൊരു തെറ്റുമില്ല കേട്ടോ. അസുരബന്ധങ്ങളൊന്നും അല്ല കിട്ടിയിരിക്കണം. ഉലൂകല ബന്ധനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ദാമോദര ലീലയാണ്, ഭഗവാനെ ഉരുളിൽ കിട്ടിയിട്ടുള്ള ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും നല്ല ഭാഗമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ മറുപടി പറയേണ്ടത് ഞാനല്ല, ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എങ്ങനെയാ ശ്രീ ഗുരുവായൂരപ്പൻ പറയുക, സവിതയിലൂടെയാണ് പറയുക എന്ന് പറഞ്ഞാൽ അല്ല, എന്നിലൂടെ അല്ല പറയുക. നിങ്ങൾ 2 പേപ്പർ എടുക്കുക, ഏതാണ് വേണ്ടത് എന്നുള്ളതും ഏതാണ് വേണ്ടാത്തത് എന്നുള്ളതിൻ്റെയും 2 പേപ്പറിൽ എഴുതിയിട്ട് നറുക്കിട്ട് നോക്കുക ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. ഗുരുവായൂരപ്പൻ പറയുന്ന മറുപടി ആയിട്ട് അതിനെ സ്വീകരിക്കുക. നറുക്കിട്ട് നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ തവണ നോക്കാൻ പാടുള്ളൂ. 2, 3, 4 തവണയൊന്നും നമുക്ക് ഇഷ്ടമുള്ളത് വരുന്നവരെയൊന്നും നോക്കാൻ പാടില്ല കേട്ടോ. ഒറ്റ തവണ നോക്കിയാൽ എന്താണോ വരുന്നത് അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇന്ന് തന്നെ നറുക്കിട്ട് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് വിദ്യാ വിപിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് നാമം ജപിക്കാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് രാവിലെ നേരത്തെ എണീക്കാനും ഒരു ദിവസവും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കാൻ. എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരാമോ? എപ്പോഴാണ് എണീക്കണേ അപ്പം കുളിക്കുക, അപ്പം വിളക്ക് കൊളുത്തുക, അപ്പം നാമം ജപിക്കുക, അതാണ് അതിൻ്റെ പരിഹാരം.
എന്നിട്ട് ഗുരുവായൂരപ്പനെ തന്നെ ഏൽപ്പിക്കുക. എനിക്കറിയില്ല കേട്ടോ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണോ എന്ന്. പ്രത്യേകിച്ച് ഹെൽത്ത് കണ്ടീഷൻ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ശീലിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നാണ് കുട്ടിയുടെ മറുപടി എങ്കിൽ 10 മണിക്കാണ് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതെങ്കിൽ നാളെ മുതൽ 9:55 എഴുന്നേൽക്കൂ. ഒരു 4 ദിവസം. അത് കഴിഞ്ഞാൽ 9:45 എഴുന്നേൽക്കൂ. അതും ഒരു 4 ദിവസം. ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കും. സാധിക്കുന്നത് വരെ നിർത്താതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ശ്രമിക്കുന്ന ഒരാൾക്കുണ്ടല്ലോ ഗുരുവായൂരപ്പന് കുറച്ചധികം ഇഷ്ടമുണ്ട് അവരോട്. ഒരു എന്താ നിത്യാഭ്യാസി ആനയെ എടുക്കുന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? എന്തുകൊണ്ടാണ് ആനയെ എടുക്കണത്? വെറുതെ വില്ലിങ് ആയിട്ട് നിത്യമായിട്ട് അഭ്യാസം ചെയ്തുകൊണ്ട് മാത്രമൊന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഗുരുവായൂരപ്പന്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഗുരുവായൂരപ്പന് ഒരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും മമതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് അദ്വൈത് സിജു എന്ന ഐഡിയയിൽ നിന്നാണ്. ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു സ്വപ്നം കണ്ടു. ഒന്നും ക്ലിയർ ആയിരുന്നില്ല, ബട്ട് എപ്പോഴോ ഇത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദമാണ് എന്ന് ഞാൻ കേട്ടു. പിന്നീട് എല്ലാം പേടിപ്പിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ബട്ട് ഗുരുവായൂരിലെ പ്രസാദം ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കേട്ടു. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന്റെ സൂചന എന്താണെന്നറിയോ? എന്ത് ആപത്ത് വന്നാലും ഗുരുവായൂരപ്പന്റെ പ്രസാദം സ്വീകരിച്ചോളൂ, ആ ആപത്തിനെ നീക്കിക്കോളൂ എന്ന് തന്നെയാണ് കേട്ടോ. കുട്ടിക്ക് ഇനി എന്ത് പ്രശ്നം വരികയാണെങ്കിലും ഗുരുവായൂരപ്പന്റെ പ്രസാദത്തിലൂടെ കുട്ടിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് സോണി അനിൽകുമാർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി തന്നിട്ടില്ലല്ലോ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുമോ? അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടതാണ്. ഞാൻ ഇതിനു മുമ്പ് ഏട്ടനും ഞാനും കൂടി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഞാനിത് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ രണ്ടാമത് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അറിഞ്ഞോ അറിയാതെയോ എന്ന പ്രയോഗത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്തു ദോഷമാണെങ്കിലും അടുത്ത തലമുറയെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും കേട്ടോ. ഒരാള് വേണമെന്ന് കരുതി ഒരു കാക്കയെ എടുത്ത് കല്ലെറിഞ്ഞ്, അല്ലെങ്കിൽ ഒരു നായയെ ഇട്ട് കല്ലെറിഞ്ഞ് അതിൻ്റെ കാലൊടിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ കുട്ടിയുടെ കാലം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒടിഞ്ഞ് കിടപ്പിലാവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന വഴിക്ക് ഒരു പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ തലയിൽ ചോട്ടി അത് ചത്തുപോയി എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ വേണം ചെയ്തതൊന്നുമല്ല. ഇതിനൊക്കെ പ്രായശ്ചിത്തമുണ്ട്, ഇതിനൊക്കെ പരിഹാരമുണ്ട്. അതാണ് നാമം ജപിക്കല്. നാമം ജപിച്ച് 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 നമ്മുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞു ചെയ്തതിൻ്റെയും പരിഹാരം വേണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും അതിനും പരിഹാരമുണ്ട്. അതാണ് ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? എന്താ ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോവുക എന്ന് പറയണത്? കണ്ണിൽ കൊണ്ടാലും പുരികത്തിൽ കൊണ്ടായാലും ഒക്കെ ഒരേപോലെ നമുക്ക് വേദന എടുക്കും. പക്ഷെ കണ്ണിൽ കണ്ടാൽ ചിലപ്പോൾ നമ്മുടെ കാഴ്ച എന്നേക്കുമായിട്ട് നശിച്ചു പോകും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ പറയണത്. നമുക്ക് മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. അത് ഈ നാമം ജപിക്കുന്നവർക്ക് സംഭവിക്കുന്നതാണ്. അവരുടെ കർമ്മദോഷങ്ങൾ അനവധി ഉണ്ടാവാം. അത് വെച്ച് അവർക്ക് വലിയ 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 ദുഃഖങ്ങളായിരിക്കാം കരുതി വെച്ചിട്ടുണ്ടാവുക. എന്നാൽ അവർ നാമം ജപിക്കുന്നതിലൂടെ ജപിച്ച് 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 അവരുടെ ആ വലിയ വലിയ ദുഃഖങ്ങൾ ഉണ്ടല്ലോ, ചെറിയതായി 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 മല പോലെ വരുന്നത് എലി പോലെയാവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നതാണ് പറയാറ്. അപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ തലമുറകളോളം ആ സൽക്കർമ്മങ്ങളുടെ പുണ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഒരാള് ജപിച്ച് 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 ഭഗവത്പദം പോകാൻ സാധിച്ചാൽ അയാളുടെ 7 തലമുറയെ ഭഗവാൻ ഏറ്റെടുക്കും എന്നാണ്, മുന്നോട്ടും പിന്നോട്ടും ഉള്ള. അങ്ങനെ ആവുമ്പോൾ അവരുടെ സൽക്കർമ്മം കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കണത്. അപ്പോൾ ആ സൽക്കർമ്മം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുഷ്കർമ്മങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ. അഥവാ ചെയ്തു പോയെങ്കിൽ നാമം ജപത്തിലൂടെ അതിൻ്റെ ആ ഒരു ഗരിമ കുറയ്ക്കാൻ ശ്രമിക്കൂ കേട്ടോ. അടുത്തതായിട്ട്
സുഷമ കുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതക്കുട്ടി, നമ്മൾ ഡിസംബറിൽ ഒരു നാമജപം ഒരു വർഷത്തേക്ക് തുടങ്ങിയിട്ടില്ലേ? തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട് ചേച്ചി. അതൊക്കെ ഇതിൽ പെടും കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം അരമണിക്കൂർ നാമം ജപിച്ച് 1,00,000 ഒരു മാസത്തിൽ എത്തിച്ച് 12,00,000 അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും, ഡിസംബർ 1-ാം തീയതിക്ക് മുൻപായിട്ട് 12,00,000 നാമം എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ തന്നെ പോവും. കൂട്ടത്തില് എക്സ്ട്രാ നാമം ജപിക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ, ഈ വൈശാഖത്തിലെ നമുക്കൊന്ന് കൗണ്ട് വെക്കാം എന്നാട്ടോ പറഞ്ഞേ. എക്സ്ട്രാ നാമം ജപിക്കാൻ പറ്റുന്നവര് അങ്ങനെയും ചെയ്തോളൂ, അതും വളരെ നല്ല കാര്യമാണല്ലോ. അടുത്തതായിട്ട് അജിമോൾ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ ചൊവ്വാഴ്ച ഗുരുവായൂർക്ക് വരുന്നുണ്ട്. ഞാൻ നാരായണീയം 50 ദശകം എഴുതി, ഒരു ബുക്ക് തീർന്നു. അപ്പൊ ആ ബുക്ക് എനിക്ക് അവിടെ സമർപ്പിക്കാൻ പറ്റുമോ, അതോ 100 ദശകം കംപ്ലീറ്റ് ആയാലേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, 50 ദശകമായിട്ടും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. 100 ദശകം വരെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ദശകം മാത്രമായിട്ട് എഴുതുന്ന ഭക്തജനങ്ങളും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അവരെന്താ ചെയ്യുക? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം, അത് നിങ്ങളും ഗുരുവായൂരപ്പനും തമ്മിലുള്ളതാണ്. അതിന് ഒരു നിയമങ്ങളും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് മാധവി എന്ന ഭക്തയാണ്, ഡിയർ സവിത, നിർമാല്യവും നീലാംബരിയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർമാല്യവും നീലാംബരിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ, നിർമാല്യം എന്നത് ഉദ്ദേശിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അനുസ്മരിച്ച്, ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. കുഞ്ഞു കഥയാവാം, അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരുമിച്ച് തൊഴുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപായിട്ട് കുഞ്ഞുണ്ണികൃഷ്ണന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു കഥ അനുസ്മരിക്കുക. ഇത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇടാറ്, എൻ്റെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ടാണ് ഇടാറ്. ഇതാണ് നിർമാല്യവും നീലാംബരിയും എന്ന് പറയുന്നത് കേട്ടോ. വാട്സപ്പിൽ അംഗമായ എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൽ അംഗമല്ലാത്തവർ അംഗമാവാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അടുത്തതായിട്ട് അപ്പോൾ ജിഷ പാലക്കാട് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, നമസ്കാരം സവിത, ഭഗവത്ഗീതയെ കുറിച്ചൊന്ന് പറയുമോ? വിഷുവിന് ആരോ ഭഗവത്ഗീത കൊണ്ടുപോയി കൊടുത്തു എന്ന വലിയ മെസ്സേജാണ്, ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആരോ വാങ്ങിക്കൊടുത്തു ഭഗവത്ഗീത. ഭഗവത്ഗീതയെ കുറിച്ച് എന്താ പറയേണ്ടത്? അത് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റുന്നതല്ല. ഭഗവാൻ അർജുനന് ഉപദേശിച്ചതാണെങ്കിലും അർജുനനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനുഷ്യരാശിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഭഗവാൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളേ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാറുള്ളത്. എല്ലാവർക്കും അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ല, എന്നാലും പറ്റുന്നത് പോലെ ഫോളോ ചെയ്യുന്നത് എന്തിനും ഏതിനുള്ള ഉത്തരം ഭഗവത്ഗീതയിൽ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. ഇനി ഗീത കൊണ്ട് ഉപാസിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ തന്നെ ശുദ്ധം നോക്കി 18 അധ്യായങ്ങളിലായിട്ട് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത ചൊല്ലി നമസ്കരിക്കാവുന്നതാണ്. പാർത്ഥസാരഥിയെ പ്രീതിപ്പെടുത്താൻ വളരെ നല്ലതാണ്. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.